ഇന്നലെ മുതൽ ആരംഭിച്ച പരിശോധനകളിൽ സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽപ്പെട്ട ജിദ്ദ, മക്ക, മദീന, ത്വായിഫ്, തബൂക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 5000 അനധികൃത തൊഴിലാളികളെ പിടികൂടി. എന്നാൽ ഇവരിൽ ഇന്ത്യക്കാരാരുമില്ല. രേഖകൾ നിയമാനുസൃതമാക്കാൻ സാധിക്കാത്തവരും രേഖകൾ സമർപ്പിച്ചിട്ടും ഇഖാമ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് ലഭിക്കാത്തവരുമായ വിദേശികൾ ജോലി ചെയ്യുന്ന ചില കച്ചവട സ്ഥാപനങ്ങൾ അധികൃതരുടെ പരിശോധന ഭയന്ന് ഇന്നലെയും ഇന്നുമായി അടഞ്ഞുകിടക്കുകയാണ്. ജിദ്ദയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായ ബലദ്, കന്തറ, ഷറഫിയ, ബാബുമക്ക എന്നിവിടങ്ങളിലെല്ലാം ആളുകളുടെ കുറവ് കച്ചവടത്തെ ബാധിച്ചു. വിദേശികൾ നടത്തുന്ന ചില സ്കൂളുകളും ഇന്നലെ പ്രവർത്തിച്ചില്ല. എന്നാൽ ജീവനക്കാരുടെ രേഖകൾ ശരിയാക്കാനുള്ള അവസരം 1ാം സെമസ്റ്റർ തീരുന്നതുവരെ നീട്ടി നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ കുറവ് കാരണം ജിദ്ദ ഇസ്ലാമിക് പോർട്ടിൽ നിന്നുള്ള ചരക്ക് നീക്കവും മന്ദഗതിയിലായി. ഇത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനും കാരണമായി. ഇതിനിടെ ഇന്നലെ ജിദ്ദയിലെ പ്രിൻസ് മാജിദ് റോഡിലെ ഫലസ്തീൻ സ്ട്രീറ്റിൽ തങ്ങളെ നാട്ടിലേക്ക് കയറ്റി അയക്കണമെന്നാവശ്യപ്പെട്ട് 3000-ഓളം പേർ തടിച്ചുകൂടി. ഇവരെ പിന്നീട് ഡീപ്പോർട്ടേഷൻ സെന്ററിലേക്ക് മാറ്റി. വ്യാപാര സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ തൊഴിൽ നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുമെന്നാണ് സൂചന. 3000-ഓളം പേരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള പുതിയ ജയിൽ ജിദ്ദയ്ക്കും മക്കയ്ക്കുമിടയിലെ ഷുമൈസിയിൽ ആരംഭിച്ചു. സാദിഖലി തുവൂർ, മീഡിയ 1, ജിദ്ദ.